നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി മേഖലയിൽ ആദിവാസി ഭൂമി കയ്യേറിയത് ഏത് തമ്പുരാനാണെങ്കിലും തിരിച്ചുപിടിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആദിവാസി ഭൂമി കയ്യേറ്റം കണ്ടെത്താൻ കൃത്യമായ പരിശോധന നടത്തുമെന്നും മന്ത്രി. മണ്ണാർക്കാടും അട്ടപ്പാടിയിലും ഒറ്റപ്പാലത്തും മന്ത്രി പങ്കെടുത്ത പട്ടയമേള. 3 വർഷം മുമ്പ് പട്ടയം ലഭിച്ചിട്ടും ഭൂമി ലഭിക്കാത്ത തത്തേങ്ങലം മൂച്ചിക്കുന്ന ആദിവാസി ഗ്രാമത്തിലുള്ളവരുടെ പരാതിക്ക് പരിഹാരം കണ്ട് മന്ത്രി. ഇവർക്ക് വീട് വയ്ക്കാൻ തത്തേങ്ങലത്ത് 4 സെന്റ് വീതം ഭൂമി നൽകുമെന്ന് മന്ത്രി കെ രാജൻ. അടുത്ത ആഴ്ച കളക്ടർ സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി. മലബാർ സിറ്റി ന്യൂസ് ഇംപാക്ട്. മലപ്പുറത്ത് യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ യോഗം ചേർന്നു. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം. പുലാമന്തോൾ മേലാറ്റൂർ റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുന്നതിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങി സംയുക്ത സമരസമിതി. സെപ്റ്റംബർ 24 കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിക്കും. KSTPയുടെ ഓഫീസുകൾക്ക് മുമ്പിൽ സമരം സംഘടിപ്പിക്കാനും തീരുമാനം. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് കരാറുകാരെന്ന് നജീബ് കാന്തപുരം MLA. ചെറുപ്പളശ്ശേരി AKG റോഡിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായില്ല. ദുർഗന്ധത്താൽ പൊറുതിമുട്ടി താമസക്കാർ. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും റോഡരികിലുമാണ് രാത്രിയിൽ മാലിന്യങ്ങൾ തള്ളുന്നത്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി. ഒരാളെ വ്യാഴാഴ്ച കണ്ടെത്തിയത് ആര്യമ്പാവ് അരിയൂരിൽ നിന്നും. മറ്റൊരു കുട്ടിയെ കിട്ടിയത് തമിഴ്നാട് ദിണ്ടിഗല്ലിലെ ബന്ധുവീട്ടിൽ നിന്നും. വിശദമായ വാർത്തകളിലേക്ക്. അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ഭൂമി കയ്യേറിയത് ഏത് തമ്പുരാനാണെങ്കിലും തിരിച്ചുപിടിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആദിവാസി ഭൂമി കയ്യേറ്റം കണ്ടെത്താൻ കൃത്യമായ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയാൽ തിരിച്ചുപിടിച്ച് യഥാർത്ഥ ഉടമയ്ക്ക് നൽകും. ഭൂമിയുടെ അളവിന് കൃത്യത വേണം. ഇതിന്റെ ഭാഗമായി താൽക്കാലിക തണ്ടപ്പേർ നൽകേണ്ടതില്ലെന്ന് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. താൽക്കാലിക തണ്ടപ്പേര് സ്ഥിരം തണ്ടപ്പേരാക്കുമ്പോൾ അട്ടപ്പാടിയിലെ 6 വില്ലേജുകളിലുള്ളവർക്ക് കുറച്ചുകാലത്തേക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടാകും. അത് വലിയ പ്രശ്നം പരിഹരിക്കാനാണ്. ആദിവാസികളാണ് ഭൂമിയുടെ അവകാശികൾ. ആദിവാസികൾക്ക് ലഭിച്ച ഭൂമി തട്ടിയെടുത്താൽ പിന്നെ ചോദിക്കാൻ ആരുമുണ്ടാകില്ലെന്ന് വിചാരം ഉണ്ടാവരുത്. ഇത്തരം തട്ടിപ്പുകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഭൂമിയുടെ കൃത്യമായ അളവ് രേഖപ്പെടുത്തണം. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ മുഴുവൻ സ്ഥലത്തിനും ഡിജിറ്റൽ വേലി സ്ഥാപിക്കാനാകും. കയ്യുകൊണ്ടും പണത്തിൻ്റെ സ്വാധീനം കൊണ്ടും അതിർത്തിക്കല്ല് തൂക്കിയെറിഞ്ഞാൽ രേഖയുണ്ടാവില്ലെന്ന് ധരിക്കുന്നവർക്ക് തെറ്റി. ഭൂമി കൈമാറ്റത്തിൽ കൃത്രിമം കാണിക്കുന്നവർക്കുള്ള അവസാനത്തെ അടിയാണ് ഡിജിറ്റൽ സർവേയിലൂടെ കേരളം കൈവരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിന്റെ പിന്നിൽ എത്ര വലിയ തമ്പുരാനാണെങ്കിലും അത് ക്യാൻസൽ ചെയ്ത് ആവശ്യമായ ആദിവാസിക്ക് അർഹതപ്പെട്ട മനുഷ്യന് ഭൂമി തിരിച്ചു കൊടുക്കാനുള്ള നടപടി തന്നെയായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. പക്ഷെ അതിനെന്തിന് കാലതാമസം? ഒരു കാലതാമസത്തിന്റെയും പ്രശ്നമില്ല. പക്ഷേ ആ ഭൂമി നമുക്ക് അളക്കണം, കൃത്യതയോടുകൂടി അളക്കണം. അളന്നാൽ അളന്ന ഭൂമിക്ക് കൃത്യത വേണം. അങ്ങനെ അളക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം റവന്യൂ വകുപ്പ് തീരുമാനിച്ചു. ഇനി താൽക്കാലിക തണ്ടപ്പേര് പിടിക്കൽ നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യകാലത്ത് ഈ ഭൂമിയിൽ വസിച്ചിരുന്ന ആദിവാസി അവർക്ക് ലഭ്യമായ ഭൂമിയെ പല പേരുകൾ പറഞ്ഞ് അവരുടെ താൽക്കാലികമായ ചില താല്പര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്താൽ പിന്നെ ചോദിക്കാൻ ആരുമില്ല എന്ന് കരുതിയാൽ ആ നടപടി മുന്നോട്ട് പോകാനാകില്ല. വളരെ കർശനമായി ആ പ്രശ്നം പരിഹരിക്കണം എന്ന് നാം തീരുമാനിച്ചു. ആ പ്രശ്നപരിഹാരത്തിൻ്റെ മാർഗം എന്താണ്? ആ പ്രശ്നപരിഹാരത്തിൻ്റെ മാർഗം ശരിയായ വിധത്തിൽ, ഏറ്റവും കൃത്യമായ വിധത്തിൽ ആ പ്രദേശത്തെ ഭൂമി അളക്കുക എന്നുള്ളതാണ്. ഈ താൽക്കാലിക തണ്ടപ്പേരിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥന്മാരെ നമുക്ക് തിരിച്ചറിയാനാകും. നേരത്തെ കോടതിയുടെ ഭാഗമായി സ്റ്റേ ചെയ്ത നടപടികളൊന്നും പിൻവലിച്ചപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി സർജന്റ് എന്ന പേരിലുള്ള കമ്പനിയുടെ ആദിവാസികളുടെ ഭൂമി കൈവശം വെച്ചു എന്ന ആരോപണമുള്ള 31.28 ഹെക്ടർ ഭൂമി ഈ സമയത്തിനുള്ളിൽ അളന്നു പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 31.28 ഹെക്ടർ ഭൂമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 75 ഏക്കറിലധികം വരുന്ന ഭൂമി. ഉറപ്പായി ആ ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കും എന്ന് മാത്രമല്ല, ആദിവാസികൾ മണ്ണിന്റെ മനുഷ്യരാണ് എന്ന തിരിച്ചറിവോടെ, അവരാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന ബോധത്തോടെ, അവരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നിയമവിരുദ്ധമായി ഭൂമി കയ്യേറപ്പെട്ടു എന്ന് തെളിയിച്ചാൽ ഒരു മടിയുമില്ലാത്ത വിധത്തിലുള്ള നടപടികളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്നുകൂടി നിങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കെ ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു.
ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, അട്ടപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്ത്, കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ, പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ, പൊറ്റശ്ശേരി മണികണ്ഠൻ, എ കെ അബ്ദുൾ അസീസ് ഭീമനാട്, റഷീദ് ആലായൻ, ഭാസ്കരൻ മുണ്ടക്കണ്ണി, സബ് കളക്ടർ മിഥുൻ എന്നിവർ പ്രസംഗിച്ചു. 1439 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. 3 വർഷം മുമ്പ് പട്ടയം ലഭിച്ചിട്ടും ഭൂമി ലഭിക്കാത്ത തത്തേങ്ങലം മൂച്ചിക്കുന്ന് ആദിവാസി ഗ്രാമത്തിലുള്ളവർക്ക് വീട് വയ്ക്കാൻ തത്തേങ്ങലത്ത് 4 സെന്റ് വീതം ഭൂമി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അടുത്ത ആഴ്ച കളക്ടർ സ്ഥലം സന്ദർശിച്ച് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മണ്ണാർക്കാട് പറഞ്ഞു. 2021 പട്ടയം ലഭിച്ചിട്ടും ഭൂമി കണ്ടെത്താനാവാത്ത മൂച്ചിക്കുന്ന് നിവാസികളുടെ ദുരവസ്ഥ മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടെന്നും അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മൂച്ചിക്കുന്ന് ഗ്രാമത്തിലുള്ളവർ ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 253 പേർക്കാണ് 1 ഏക്കർ വീതം കൃഷിഭൂമി നൽകിയത്. വന്യമൃഗശല്യവും ചെങ്കുത്തായ പ്രദേശവുമായതിനാൽ പലരും ഭൂമി ഏറ്റെടുത്തില്ല. വന്യമൃഗശല്യമുള്ളതിനാൽ വീട് വയ്ക്കാനും കഴിയില്ല. ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനായി തത്തേങ്ങലത്ത് 4 ഏക്കർ നിരപ്പായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. തത്തേങ്ങലം മൂച്ചിക്കുന്നിലുള്ളവർക്ക് അർഹതയുടെ അടിസ്ഥാനത്തിൽ വീട് വയ്ക്കാൻ 4 സെന്റ് വീതം നൽകും. നേരത്തെ നൽകിയ 1 ഏക്കർ ഭൂമി എന്തു ചെയ്യാനാകുമെന്ന് വനംവകുപ്പുമായി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തും. അടുത്ത ആഴ്ച സ്ഥലം സന്ദർശിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. അവിടെ ഒരു 4 ഏക്കർ ഭൂമി 253 ആളുകൾക്ക് ഒരുമിച്ച് 1 ഏക്കർ ഭൂമി കൊടുത്താണ്. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്കാണ്. പക്ഷെ അത് കൃഷിഭൂമിയാണെങ്കിലും ചെരുവുള്ളൊരു പ്രദേശമാണ്, വീട് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാരണ നിലയിൽ പട്ടയം കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്തു പോവാണ് പതിവ്. അവിടെ അതിരിട്ട് കൊടുക്കുന്നതിലൊരു പ്രയാസമില്ല, പക്ഷെ അതിരിട്ടാലും ഈ പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ 4 ഏക്കർ ഭൂമി ആ വില്ലേജിൽ തന്നെ നിരപ്പായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പ്ലോട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ആകെ അവശേഷിക്കുന്ന ഒരു കാര്യം. മറ്റേ നമുക്ക് രണ്ടാമത് നോക്കാം, ആ കൃഷിഭൂമിയിലേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം എങ്ങനെ ഒഴിവാക്കാൻ വല്ലതും പറ്റുമെന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് 4 സെന്റ് ഭൂമി അവിടെ ഇവർക്ക് തിരിച്ചു കൊടുക്കും. അതിനുവേണ്ടി കളക്ടറോട് തിങ്കളാഴ്ച തന്നെ സ്ഥലം സന്ദർശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ തന്നെ നമുക്ക് ഭൂമിയുടെ പട്ടയം ഔപചാരികമായി അവർക്ക് കൈമാറാം. അല്ല, അതെ അതവിടെ കിടക്കട്ടെ, അതവിടെ രേഖാമൂലം കിടക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ മൊത്തം 1 ഏക്കറാണ് കൊടുക്കാൻ പറ്റുക. ഒരു ഏക്കറാണ് നേരത്തെ കൊടുക്കാൻ പറ്റുക. അന്ന് 253 പേരിലും 10 സെന്റ് കിട്ടിയവരുണ്ടായിരുന്നു. അപ്പോൾ 90 സെന്റ് ആയിരിക്കും ബാക്കി കൊടുക്കുക. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1 ഏക്കറാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ആ 1 ഏക്കർ തന്നെ നിജപ്പെടുത്തും. അതിപ്പോൾ ഈ 4 സെന്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ലല്ലോ. ഇപ്പോൾ തൽക്കാലം അവർക്ക് വീട് വയ്ക്കുക എന്നുള്ളതാണ് പ്രയോഗം. ബാക്കിയുള്ള നിയമം നോക്കിയിട്ട് കൈകാര്യം ചെയ്യും. മൂച്ചിക്കുന്ന് ഗ്രാമത്തിലെ നീലൻ, വിനോദ്, ശാന്ത, തങ്കമണി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗ്രാമത്തിലുള്ളവർ മന്ത്രിയെ കണ്ടു. BJP നേതാക്കളായ ബിജു നെല്ലമ്പാനി, പ്രസാദ് എന്നിവരും മൂച്ചിക്കുന്ന് നിവാസികളുടെ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം സമർപ്പിച്ച മെമ്മോറാണ്ടം കേന്ദ്രം ഗവർണറെ അറിയിച്ചിട്ടുണ്ടാവില്ലെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കണക്ക് കൊടുത്തിട്ടില്ലെന്ന ഗവർണറുടെ പ്രസ്താവനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കേരളം കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയേണ്ടതാവില്ല. അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ ഗവർണർ വിമർശിക്കുന്നത് പുതിയ കാര്യമല്ല. ADGPയുടെ കാര്യത്തിൽ CPI നിലപാട് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടെന്നും അതിൽ വിഭിന്നമായി ഒന്നും പറയാനില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളം കൊടുക്കേണ്ട കാര്യം കേരളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കാണിക്കാനും എനിക്ക് യാതൊരു വിരോധവുമില്ല. അതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഇത്ര ദിവസം ചർച്ച ചെയ്തതും. ആദ്യം ഞങ്ങൾ കൊടുത്ത എക്സ്പെൻഡിച്ചറാണെന്ന് പറഞ്ഞു, പിന്നെ ആ എക്സ്പെൻഡിച്ചർ അല്ലെന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തന്നെ പറഞ്ഞു. അതാണ് ഈ കൊടുത്ത സാധനം. നേരത്തെ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടം, ആ മെമ്മോറാണ്ടം കോടതി തന്നെ എൻഡോസ് ചെയ്തിരിക്കുകയല്ലേ. 9-ാം തീയതി മെമ്മോറാണ്ടം തയ്യാറാക്കി അത് സെൻട്രൽ ടീമിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ മെമ്മോറാണ്ടം ഓഗസ്റ്റ് 17-ന് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു. കേന്ദ്രത്തിന് അയച്ചു കൊടുത്ത മെമ്മോറാണ്ടം കാണട്ടെ എന്ന് ഒന്ന് സമർപ്പിക്കൂ എന്ന് കോടതി പറഞ്ഞപ്പോൾ 23 മുമ്പായി കോടതിയിൽ സമർപ്പിച്ചു. കോടതി ആ മെമ്മോറാണ്ടം 2 അമിക്കസ് ക്യൂറികൾക്ക് കൊടുത്തു. ആ 2 അമിക്കസ് ക്യൂറികളും ഏകകണ്ഠമായി കേരളം പറഞ്ഞ ഈ അഭിപ്രായത്തെ എൻഡോസ് ചെയ്തുകൊണ്ട് കോടതിക്ക് കൊടുത്തു. കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ഇത്രയും നടപടികൾ ഉണ്ടായിട്ടും പിന്നെ മെമ്മോറാണ്ടം കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടില്ല. മെമ്മോറാണ്ടം കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. ഇത്രയും ഘടകങ്ങൾ പറഞ്ഞു. കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ വരികൾ മാറ്റിയും മറച്ചും കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ ചർച്ച ചെയ്തു. എന്നിട്ടും ഗവർണർ അറിഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയേണ്ടതാകില്ല. അതുകൊണ്ടാവും അറിയേണ്ടവർ അറിഞ്ഞിട്ട് കാണും. അല്ല, കാരണം അവിടെ നിന്ന് ആരും നിഷേധിച്ചില്ലല്ലോ. ഗവർണർ വിമർശിച്ച ഒരു പുതിയ കാര്യമായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല.
യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ യോഗം ചേർന്നു. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക യോഗം ചേർന്നത്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഐസൊലേഷൻ, സാമ്പിൾ കളക്ഷൻ, ചികിത്സ എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മന്ത്രി നിർദ്ദേശം നൽകി. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള പ്രവർത്തനം അനിശ്ചിതമായി നീളുകയും കരാറുകാർ നൽകുന്ന ഉറപ്പുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കാൻ ഒരുങ്ങി സംയുക്ത സമരസമിതി. ആദ്യഘട്ടമെന്ന നിലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച കട്ടുപ്പാറയിൽ സമരസമിതി ജനകീയ റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കും. സെപ്റ്റംബർ 30 ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ പ്രവൃത്തി നിർവഹണ വിഭാഗമായ KSTPയുടെ കുറ്റിപ്പുറത്തെയും തിരുവനന്തപുരത്തെയും ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തി 2021 ജനുവരി 20 ആരംഭിച്ചത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾക്കായി 144 കോടി രൂപ അനുവദിക്കുകയും 2020 സെപ്റ്റംബർ 20 മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിൻ്റെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തതാണ്. നാളിതുവരെ 50% പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ കരാറെടുത്ത കമ്പനിക്ക് സാധിച്ചിട്ടില്ല. 30.88 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട് 3 വർഷവും 8 മാസവും കഴിഞ്ഞിരിക്കുകയാണ്. 18 മാസമായിരുന്നു കരാർ കാലാവധി. റോഡിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമാണ്. ഇത്രമാത്രം ജനങ്ങൾ ദുരിതത്തിലായിട്ടും കരാറുകാർക്കും ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിനും യാതൊരു കുലുക്കവുമില്ല. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് കരാറുകാർ. ജനങ്ങളെ വിഡ്ഢികളാക്കി ഇനിയും മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥരും കരാറുകാരും കരുതരുതെന്നും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും സമരസമിതി നേതാക്കൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ മാസം 24 കട്ടുപ്പാറയിൽ ജനകീയമായി റോഡ് ഉപരോധിക്കുമെന്നും തിരുവനന്തപുരത്ത് സമരം സംഘടിപ്പിക്കുമെന്നും സമരസമിതി ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. വളരെ കെടുകാര്യസ്ഥതയാണ് ഈ റോഡ് വിഷയത്തിലുള്ളത്. ഒരു തരത്തിലും ആത്മാർത്ഥമായ ഒരു സമീപനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നേയില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ 2 വർഷമായി നമ്മൾ പറയുന്ന ഒരൊറ്റ ഡിമാൻഡാണ്, ഇവരെ കൊണ്ട് ഇത് പറ്റില്ല. ഇവർ പറയുന്ന വാക്കുകളെല്ലാം പഴവാക്കുകളാണ്. അതുകൊണ്ട് ഈ കോൺട്രാക്റ്റിംഗ് കമ്പനിയെ പിരിച്ചുവിടണമെന്നും ടെർമിനേറ്റ് ചെയ്യണമെന്നും അവരെ പറ്റുമെങ്കിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഇനി ഒരു വർക്കും ചെയ്യാത്ത വിധത്തിലേക്ക് മാറ്റണം. കാരണം 4 കൊല്ലം ഇത്തരത്തിൽ ഉരുട്ടിക്കൊണ്ടുപോകുന്ന ഒരു കരാർ കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വരുന്ന 24-ാം തീയതി രാവിലെ ഒരു ജനകീയ ഉപരോധം റോഡിൽ ഏർപ്പെടുത്തി അടുത്ത സമരമുറ ആരംഭിക്കുകയാണ്. അതിൽ പരിഹാരമായിട്ടില്ലെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും അവർ പറയുന്നത് സെപ്റ്റംബർ അവസാനത്തിൽ 4 കിലോമീറ്റർ ടാർ ചെയ്യാമെന്ന് വാക്കാണ് പറഞ്ഞത്. ഈ വാക്കുകൾ വിശ്വസിച്ച് നമുക്ക് തന്നെ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അവർ ചെയ്യുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ സമരം വ്യാപിപ്പിക്കും. തീർച്ചയായിട്ടും നിയമസഭ തുടങ്ങുകയാണ്. നിയമസഭയിൽ മാത്രമല്ല, അത് KSTP ഓഫീസിൻ്റെ പുറത്ത് നമ്മൾ അത് ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് ഇനി കൊണ്ടുപോകും. പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു. കമ്പനി ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് അനുകൂലമായ വിധി സമ്പാദിക്കുകയുമാണ് ഉണ്ടായത്. ഈ വിധി ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ലൈസൻസായാണ് കരാർ കമ്പനി കാണുന്നതെങ്കിൽ ഇതിനെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ നേരിടാനാണ് സമരസമിതിയുടെ തീരുമാനം. റോഡ് വിഷയത്തിൽ കരാറുകാരുടെയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയും അലംഭാവവും ഇനിയും തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങൾ കൂടുതൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ചന്ദ്രമോഹൻ, സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപ്പാറ, ട്രഷറർ അസീസ് എർബാദ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് രോഗികളെ എത്തിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളെ നിരന്തരം അറിയിച്ചിട്ടും മന്ത്രിയും MLAയും ഇടപെട്ടിട്ടും കമ്പനി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണിത്. MLA എന്ന നിലയിൽ നജീബ് കാന്തപുരം 4 തവണയാണ് വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത്. ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ MLA അടിയന്തര പ്രമേയമായും വിഷയം ഉന്നയിച്ചിരുന്നു. റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീണ്ട സാഹചര്യത്തിൽ MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പദയാത്രയും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും നടന്നിരുന്നു. എന്നിട്ടും കമ്പനി വേണ്ടതുപോലെ ഇടപെടാത്ത സ്ഥിതിയാണ്.
ദിനേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു റോഡാണിത്. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം റോഡ് തകർന്നിരിക്കുകയാണ്. ഇതുമൂലം ഈ റോഡിൽ റോഡ് അപകടങ്ങളും പതിവായിരിക്കുകയാണ്. റോഡിലെ ഗർത്തത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വന്ന ഗർഭിണിക്ക് ഗർഭഛിദ്രമുണ്ടാവുന്ന സാഹചര്യം പോലും ഉണ്ടായി. റോഡിലെ പൊടിപടലങ്ങൾ മൂലം നിരവധി വ്യാപാരികൾക്കാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓട്ടോ, ടാക്സി വാഹനങ്ങൾക്കും ബസ്സുകൾക്കുമുണ്ടായ കേടുപാടുകൾക്ക് കണക്കില്ല. ഈ റോഡ് ഗതാഗതയോഗ്യമാക്കാത്തത് കാരണം ജനങ്ങൾ അത്രയും ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് സംയുക്ത സമരസമിതി സമരത്തിന് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഇടവേള. വാർത്തകൾ തുടരുന്നു. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി. ഒരാളെ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ ആര്യമ്പാവ് അരിയൂരിൽ നിന്നുമാണ് നാട്ടുകൽ പോലീസ് കണ്ടെത്തിയത്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെയും പോലീസ് കണ്ടെത്തി. കാണാതായ 17 വയസ്സുള്ള ഒരു കുട്ടിയെ ബുധനാഴ്ച തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. മറ്റൊരു കുട്ടിയെ വ്യാഴാഴ്ച രാവിലെ മണ്ണാർക്കാട് ആര്യമ്പാവ് അരിയൂരിൽ നിന്നുമാണ് നാട്ടുകൽ പോലീസ് കണ്ടെത്തിയത്. കുട്ടിയെ പിന്നീട് പാലക്കാട് സൗത്ത് പോലീസിന് കൈമാറി. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലുള്ള ബന്ധുവീട്ടിൽ ആയിരുന്നു 14-കാരിയായ 3ാമത്തെ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പെൺകുട്ടി പോക്സോ കേസ് അതിജീവിതയാണ്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് നിർഭയ കേന്ദ്രത്തിലെ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് 3 പെൺകുട്ടികളും കടന്നുകളഞ്ഞത്. പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. കുട്ടികൾക്കായി കഴിഞ്ഞ ദിവസം കരിമ്പുഴ, കോട്ടപ്പുറം ഭാഗത്തും തിരച്ചിൽ നടത്തിയിരുന്നു. ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരത്തിൽ പൊറുതിമുട്ടുകയാണ് ചെറുപ്പശ്ശേരി AKG റോഡിൽ താമസിക്കുന്നവർ. രാത്രിയുടെ മറവിൽ സ്വകാര്യ വ്യക്തികളുടെ ആളൊഴിഞ്ഞ പറമ്പിലും റോഡ് സൈഡിലും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് ഇവിടെ പതിവായി മാറിയിരിക്കുകയാണ്. അസഹ്യമായ ദുർഗന്ധം മൂലം വഴിയാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ചെറുപ്പശ്ശേരി AKG റോഡിലെ അവസ്ഥ. കാലങ്ങളായി ഈ പ്രദേശത്ത് രാത്രിയുടെ മറവിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന പ്രവണതയുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളും അടുക്കള മാലിന്യവും മനുഷ്യ വിസർജ്യവും ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന മാലിന്യങ്ങളാണ് റോഡരികിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ആളൊഴിഞ്ഞ പറമ്പാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കാനുള്ള സ്ഥലമായി കണ്ടെത്തിയിരിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയ പ്രദേശവാസികൾ നിരവധി തവണ അധികാരികളെ സമീപിച്ചെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതോടെ ഗതികെട്ട പ്രദേശവാസികൾ ഈ ഭാഗം മറകെട്ടിയടച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിലേക്കാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നഗരസഭ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് പറയുമ്പോഴും കാലങ്ങളായി AKG റോഡിലെ ദുരിതം തുടരുക തന്നെയാണ്. പുരസ്കാര നേട്ടത്തിൻ്റെ തുടർച്ചയിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ എരവിമംഗലത്തെ കുടുംബാരോഗ്യ കേന്ദ്രം. ഈ കുടുംബാരോഗ്യ കേന്ദ്രം വീണ്ടും നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം കരസ്ഥമാക്കി. പെരിന്തൽമണ്ണ നഗരസഭയുടെ എരവിമംഗലത്തെ നഗര കുടുംബാരോഗ്യ കേന്ദ്രം തുടർച്ചയായ 2ാം തവണയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം കരസ്ഥമാക്കുന്നത്. രാജ്യത്തെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന NQAS അവാർഡിനാണ് എരവിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം അർഹമായത്. മെഡിക്കൽ ഓഫീസർ, ജനറൽ ഡോക്ടർ, ദന്ത ഡോക്ടർ, കുട്ടികളുടെ ഡോക്ടർ, ഫാർമസിസ്റ്റുകളുടെ സേവനങ്ങളുമെല്ലാം ചികിത്സ തേടിയെത്തുന്നവർക്ക് ലഭ്യമാക്കിയാണ് ഈ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും കാഴ്ച പരിശോധിക്കുന്നതിനും സംവിധാനമുണ്ട്. ഇവിടെ ലാബും ഫാർമസിയും പ്രവർത്തിക്കുന്നു. മുടക്കം കൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പുകളും നൽകി വരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ നിത്യവും 100 കണക്കിന് ആളുകളാണ് ചികിത്സ തേടിയെത്തുന്നത്. ഗുണനിലവാരവും ശുചിത്വവും സൗകര്യങ്ങളും നോക്കിയാണ് കേന്ദ്ര ആരോഗ്യ വിഭാഗത്തിന് കീഴിലുള്ള നാഷണൽ ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ NQAS പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. നഗരസഭയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ പുരസ്കാരം നേടിയെടുക്കാൻ സാധിച്ചതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിറിൻ MT പറഞ്ഞു. NQAS അംഗീകാരം ഇത് 2ാമത്തെ തവണയാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം നമ്മൾ 90% കൂടി നല്ല സ്കോറോട് കൂടിയാണ് അക്രഡിറ്റേഷൻ നേടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് 4 ഡോക്ടേഴ്സാണ് ഞാൻ ഉൾപ്പെടെയുള്ളത്. നമുക്ക് ജനറൽ വിഭാഗത്തിൽ 2 ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ പീഡിയാട്രിക് OP ഉണ്ട് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം. കൂടാതെ ഡെന്റൽ പരിശോധനയുണ്ട്. മാസത്തിൽ 1 തവണ നേത്ര പരിശോധനയും ഇവിടെ ഇപ്പോൾ ഉണ്ട്. 8ഓളം വിഭാഗങ്ങളിലായ ഒരു 6500ഓളം ചെക്ക് പോയിന്റുകൾ നോക്കിയിട്ടാണ് ഈ ദേശീയ ഗുണനിലവാരം നടത്തിയിട്ടുള്ളത്. അതിൽ നഗരസഭയുടെയും ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു സ്കോറിൽ അക്രഡിറ്റേഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. NQAS അംഗീകാരത്തോടൊപ്പം 3 വർഷം 2 ലക്ഷം രൂപ വീതം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ലഭിക്കും.
ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന ക്യാഷ് അംഗീകാരം, ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വ പരിപാലനവും അണുബാധ നിയന്ത്രണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പ് അവാർഡ്, 2023 കായകൽപ്പ് അവാർഡിൻ്റെ ഭാഗമായുള്ള കമൻഡേഷൻ അവാർഡ് തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ എരവിമംഗലം ഫാമിലി ഹെൽത്ത് സെൻ്റർ നേടിയിട്ടുണ്ട്. കുമരമ്പത്തൂർ ഓലിപ്പുഴ സംസ്ഥാനപാത അലനല്ലൂർ ഒങ്ങുംപടിയിൽ വാഹനാപകടം. ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ കാറിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത്. അലനല്ലൂർ ഭാഗത്തു നിന്നും മേലാറ്റൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഇരുവാഹനങ്ങളും. ഉങ്ങുംപടി ഭാഗത്തു നിന്നും വലത്തോട്ട് തിരിഞ്ഞ ഓട്ടോറിക്ഷയെ പിന്നിൽ വന്നിരുന്ന കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയും കാറിൻ്റെ മുൻവശവും പൂർണ്ണമായും തകർന്നു. ഇരുവാഹനത്തിലും ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കേറ്റില്ല. എന്നാൽ പാതയോരത്ത് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ഉങ്ങുംപടി സ്വദേശിയായ ഉണ്ണികൃഷ്ണന് പരിക്കേറ്റു. ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. അലനല്ലൂർ ഉണ്ണിയാലിൽ പ്രവർത്തിച്ചിരുന്ന പട്ടികജാതി സഹകരണ സംഘം ഓഫീസ് കെട്ടിടം സംരക്ഷണമില്ലാതെ നശിച്ചു. 1988 കെട്ടിടം നിർമ്മിച്ചത്. ഏകദേശം 1 വർഷത്തോളം സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ വിവിധ വായ്പകൾ എടുത്തവർ തിരിച്ചടയ്ക്കാതായതോടെ ഓഫീസിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധതരം കാർഷിക വായ്പകൾക്കും ആട്, പശു എന്നിവയെ വളർത്തുന്നതിനുള്ള സഹായവുമായിട്ടാണ് 1988 കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 1 വർഷത്തോളം ഓഫീസ് പ്രവർത്തിച്ചെങ്കിലും വായ്പകൾ എടുത്തവർ തിരിച്ചടയ്ക്കാതായതോടെ ഓഫീസ് പ്രവർത്തനം അവതാളത്തിലായെന്നാണ് വിവരം. ഇതോടെ ഓഫീസിൻ്റെ പ്രവർത്തനം എന്നേക്കുമായി നിലച്ചു. പ്രവർത്തനം നിലച്ചതോടെ കെട്ടിടം പരിപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞു. വാതിലുകളും ജനാലകളും ഉൾപ്പെടെയുള്ള എല്ലാ നിർമ്മിതികളും തകർന്നു വീണു. കോൺക്രീറ്റ് ആയതിനാൽ മേൽക്കൂര കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നുണ്ട്. ഇരുമ്പ് മേച്ചകളും മറ്റു ഉപകരണങ്ങളും ഇന്നും ഇതിനകത്ത് തുരുമ്പെടുത്തും ചിതലരിച്ചും കിടപ്പുണ്ട്. അധികൃതരുടെ അശ്രദ്ധ മൂലമാണ് ഈ കെട്ടിടം സ്വാഭാവിക നാശത്തിലേക്ക് നീങ്ങിയതെന്നും ആക്ഷേപമുണ്ട്. നാഥനില്ലാതെ ഈ ഓഫീസ് കെട്ടിടം നശിക്കുമ്പോൾ 10 മീറ്റർ അകലെയുള്ള കർക്കിടാംകുന്ന് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. 1988 1 ലക്ഷം രൂപ ചെലവിലാണ് ഉണ്ണിയാൽ എടത്തനാടുകര റോഡിൽ ഈ കെട്ടിടം നിർമ്മിച്ചത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന MT ദാമോദര പണിക്കരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ പ്രഥമ ദാമോദര പണിക്കർ പുരസ്കാരം ഓങ്ങല്ലൂരിലെ പാലിയേറ്റീവ് മേഖലയിൽ സമർപ്പിത സേവനം നടത്തുന്ന ജീവനം ഓങ്ങല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി T സത്യനാഥന് നൽകുമെന്ന് ദാമോദര പണിക്കർ അനുസ്മരണ ദിന സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും ഫലകവുമാണ് പുരസ്കാരം. കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കതീതമായി ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും വിഭവ സമാഹരണം നടത്തി അർഹതപ്പെട്ടവർക്ക് യഥാവസരം സഹായമെത്തിക്കുന്നതിലും ജീവനം ഓങ്ങല്ലൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം മാതൃകാപരമാണ്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കിടപ്പുരോഗികൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതിൽ സംഘടനയുടെ ഇടപെടൽ ശ്രദ്ധേയമാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും തുടർ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിലുമുള്ള ജാഗ്രത കൂടി പരിഗണിച്ചാണ് T സത്യനാഥന് പുരസ്കാരം നൽകുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ 25 വൈകുന്നേരം 4:30 അണ്ടലാടി മേഖലയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന 5ാം ചരമദിന അനുസ്മരണ സദസ്സിൽ പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് പുരസ്കാരം നൽകും. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന R ചന്ദ്രനെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് ബീന R ചന്ദ്രൻ്റെ ഏകപാത്ര നാടകവും അരങ്ങേറുമെന്ന് അനുസ്മരണ ദിന സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ CP ചിത്രബാനു, MT കൃഷ്ണനുണ്ണി, MP ഗോപിനാഥൻ എന്നിവർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരം ഇത്തവണ മുതൽക്ക് ആരംഭിക്കുകയാണ്. പ്രാദേശികമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് പ്രത്യേകിച്ച് മറ്റ് പുരസ്കാരങ്ങൾക്കൊന്നും പരിഗണിക്കപ്പെടാതെ പോകുന്ന സന്ദർഭത്തിലും അവരുടെ സേവനത്തെ മാനിച്ചുകൊണ്ട് ഒരു പുരസ്കാരം നൽകുക എന്നതാണ് പണിക്കരുടെ കുടുംബാംഗങ്ങൾ പുരസ്കാര നിർണയ സമിതിയോട് അഭ്യർത്ഥിച്ച ഒരു കാര്യം. ഇതിൻ്റെ ഭാഗമായി ഇത്തവണ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ പുരസ്കാരം നൽകുക എന്നതിലാണ് പുരസ്കാര നിർണയ സമിതി എത്തിച്ചേർന്നത്. കഴിഞ്ഞ 10 വർഷമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവനം ഓങ്ങല്ലൂർ എന്ന സംഘടനയെ അതിൻ്റെ പ്രവർത്തനത്തെ പരിഗണിച്ചുകൊണ്ടും അതിന് നേതൃത്വം നൽകുന്നവർക്ക് ഒരു അംഗീകാരം എന്ന നിലയ്ക്കും ഈ വർഷത്തെ MT ദാമോദര പണിക്കർ അനുസ്മരണ പുരസ്കാരം ശ്രീ T സത്യനാഥന് നൽകുന്നതിന് പുരസ്കാര നിർണയ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരത്ത് 2 ദിവസങ്ങളായി നടന്നുവരുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങൾ വെള്ളിയാഴ്ച സമാപിക്കും. വ്യാഴാഴ്ച നടന്ന അണ്ടർ 14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പട്ടാമ്പി ഉപജില്ല ജേതാക്കളായി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങൾ നടന്നുവരുന്നത്. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പട്ടാമ്പി ഉപജില്ല ജേതാക്കളായി. ഫൈനലിൽ അവർ 2-3 ഗോളുകൾക്ക് മണ്ണാർക്കാട് ഉപജില്ലയെ തോൽപ്പിച്ചു. വ്യാഴാഴ്ച നടന്ന അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃത്താല സബ് ജില്ല 1 ഗോളിന് ചെറുപ്പശ്ശേരി ഉപജില്ലയെ പരാജയപ്പെടുത്തി ജേതാക്കളായി. അണ്ടർ 14 പെൺകുട്ടികളുടെ മത്സരത്തിൽ പാലക്കാട് ഉപജില്ല കുഴൽമന്ദത്തെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-4 പരാജയപ്പെടുത്തി ജേതാക്കളായി. വെള്ളിയാഴ്ച അണ്ടർ 19 മത്സരങ്ങൾ നടക്കും. KMCC ഖത്തർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പട്ടാമ്പി MSF മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം 21 രാവിലെ 9 കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിലെ ഷാമിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. വയനാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് ആദരവും ചടങ്ങിൽ ഒരുക്കിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ ഏറ്റവും അർഹരായ 60ഓളം വിദ്യാർത്ഥികൾക്കാണ് 1 വർഷത്തേക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK ശ്രീകണ്ഠൻ MP, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം, സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാരുണ്യം എന്ന പേരിൽ നടത്തിവരുന്ന റമദാൻ റിലീഫിൻ്റെ ഭാഗമായിട്ട് ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ചിറക് എന്ന പേരിൽ നാമകരണം ചെയ്ത ഈ പദ്ധതിയുടെ വിതരണമാണ് ഈ വരുന്ന ശനിയാഴ്ച 21 തീയതി സെപ്റ്റംബർ 21 കരിങ്ങനാടുള്ള സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടക്കാൻ പോകുന്നത്. പ്രമുഖരുടെ നേതൃത്വത്തിൽ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഇതിൻ്റെ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് മണ്ഡലം MSF കമ്മിറ്റി വഴി. അവരുടെ ആ സെലക്ട് ചെയ്തിട്ടുള്ള ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അത്രയും അർഹതപ്പെട്ട ആളുകളെ അവർ തന്നെ ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പട്ടാമ്പിയുടെ MSF മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള 8 മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 60ഓളം കുട്ടികൾക്ക് ഈ വർഷം നമ്മൾ ഏകദേശം 10,000 രൂപയോളം വരുന്ന സ്കോളർഷിപ്പാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 6 ലക്ഷം രൂപ തുകയുടെ ഒരു പദ്ധതിയുടെ വിതരണമാണ് അടുത്ത ദിവസം ശനിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാലക്കാടിൻ്റെ MP ആദരണീയനായ ശ്രീ VK ശ്രീകണ്ഠൻ, അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. KMCC ഖത്തർ ജില്ലാ പ്രസിഡന്റ് PP ജാഫർ സാദിഖ്, പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ ചല്ലിയിൽ, MSF മണ്ഡലം പ്രസിഡന്റ് KM ഷാക്കിർ, MSF മണ്ഡലം ജനറൽ സെക്രട്ടറി ഡാനിഷ് സിയാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യ കിറ്റും പുതിയ ഐഡന്റിറ്റി കാർഡും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KK ഷൗക്കത്ത് അലി, സമീറ സലീം, മെമ്പർമാരായ ബഷീർ EP, വിജിത C, K രജിത, K രുക്മിണി, നിഷ രാമൻ, ചാമി, ഖദീജ കാസിം, ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തികമായി നമ്മുടെ പഞ്ചായത്തിൽ ഏറെ പുറകോട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു ചടങ്ങ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുകയാണ്. അങ്ങനെ ഓരോ വാർഡിൽ 1 മുതൽ 18 വാർഡിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, ആൺകുട്ടികളില്ലാത്ത, അധ്വാനിച്ചു കൊണ്ടുവരാൻ പുറത്തുനിന്ന് ആളുകളില്ലാത്ത, അധ്വാനിക്കാൻ പോകാൻ കഴിയാത്ത
അത്തരത്തിലുള്ള കുടുംബങ്ങളെ കണ്ടെത്താൻ ഒരു പ്രയത്നം ആരംഭിക്കേണ്ടത്. EP കാർഡായിരുന്നു ആദ്യം, പിന്നീട് അതിന്റെ പേര് മാറ്റി ഇപ്പോൾ EP എന്നുള്ളതാണ് ആ കാർഡിന്റെ പറയുക. ഒരു ID കാർഡ് പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം അത്തരത്തിലുള്ള കുടുംബങ്ങളെ ഏത് രീതിയിലാണ് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് പട്ടിണിയില്ലാതെ പ്രാരാബ്ദങ്ങൾ കുറച്ചുകൊണ്ട്, പ്രയാസങ്ങൾ കുറച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക, നിങ്ങളെ എങ്ങനെ എത്തിക്കുക എന്നുള്ള ചിന്തയുടെ ഫലമായി ഒട്ടേറെ കാര്യങ്ങൾ ഇതിനു മുമ്പും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളുമായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശുചിത്വ സന്ദേശവുമായി ഷൊർണൂർ സബ് ഡിവിഷണൽ റെയിൽവേ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഡീഷണൽ ചീഫ് മെഡിക്കൽ സൂപ്പീരിയന്റന്റ് ഡോക്ടർ SS രാജൻ, സ്റ്റേഷൻ മാനേജർ K സന്തോഷ്, ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ KG സിന്ധു എന്നിവർ നേതൃത്വം നൽകി. മറ്റ് സൂപ്പർവൈസർമാർ, ഹോസ്പിറ്റൽ ജീവനക്കാർ, കരാർ തൊഴിലാളികൾ എന്നിവർ വാക്കത്തോണിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അട്ടപ്പാടി മേഖലയിൽ ആദിവാസി ഭൂമി കയ്യേറിയത് ഏത് തമ്പുരാനാണെങ്കിലും തിരിച്ചുപിടിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ആദിവാസി ഭൂമി കയ്യേറ്റം കണ്ടെത്താൻ കൃത്യമായ പരിശോധന നടത്തുമെന്നും മന്ത്രി. മണ്ണാർക്കാടും അട്ടപ്പാടിയിലും ഒറ്റപ്പാലത്തും മന്ത്രി പങ്കെടുത്ത പട്ടയമേള. 3 വർഷം മുമ്പ് പട്ടയം ലഭിച്ചിട്ടും ഭൂമി ലഭിക്കാത്ത തത്തേങ്ങലം മൂച്ചിക്കുന്ന് ആദിവാസി ഗ്രാമത്തിലുള്ളവരുടെ പരാതിക്ക് പരിഹാരം കണ്ട് മന്ത്രി. ഇവർക്ക് വീട് വയ്ക്കാൻ തത്തേങ്ങലത്ത് 4 സെന്റ് വീതം ഭൂമി നൽകുമെന്ന് മന്ത്രി K രാജൻ. അടുത്ത ആഴ്ച കളക്ടർ സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി. മലബാർ സിറ്റി ന്യൂസ് ഇംപാക്ട്. മലപ്പുറത്ത് യുവാവിന് എംപോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ യോഗം ചേർന്നു. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം. പുലാമന്തോൾ മേലാറ്റൂർ റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുന്നതിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങി സംയുക്ത സമരസമിതി. സെപ്റ്റംബർ 24 കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിക്കും. KSTPയുടെ ഓഫീസുകൾക്ക് മുമ്പിൽ സമരം സംഘടിപ്പിക്കാനും തീരുമാനം. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് കരാറുകാരെന്ന് നജീബ് കാന്തപുരം MLA. ചെറുപ്പളശ്ശേരി AKG റോഡിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായില്ല. ദുർഗന്ധത്താൽ പൊറുതിമുട്ടി താമസക്കാർ. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും റോഡരികിലുമാണ് രാത്രിയിൽ മാലിന്യങ്ങൾ തള്ളുന്നത്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെയും കണ്ടെത്തി. ഒരാളെ വ്യാഴാഴ്ച കണ്ടെത്തിയത് ആര്യമ്പാവ് അരിയൂരിൽ നിന്നും. മറ്റൊരു കുട്ടിയെ കിട്ടിയത് തമിഴ്നാട് ദിണ്ടിഗല്ലിലെ ബന്ധുവീട്ടിൽ നിന്നും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.